സോണിയാഗാന്ധി പോറ്റിയും തമ്മിൽ കണ്ടതിനെ പറ്റിയിട്ട് പിണറായി വിജയൻ പറയുന്നു. സതീശൻ വലിയ അങ്കലാപ്പിലും ഭയത്തിലുമാണല്ലോ. അത് രസകരമായ ഒരു മാറ്റമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ സതീശൻ്റെ വാർത്താസമ്മേളനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും മേയർമാർ, ചെയർമാൻമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ അധികാരികൾക്കുമാണ്. UDF വലിയ വിജയം നേടി. സത്യത്തിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം സംസാരിക്കേണ്ട സതീശൻ വല്ലാതെ സംസാരിക്കുന്നത് പോറ്റിയുടെ കൂടെ സോണിയാഗാന്ധി നിൽക്കുന്നതിനെക്കുറിച്ച് പിണറായി പറഞ്ഞു എന്നതിനെക്കുറിച്ചാണ്. സോണിയ അങ്ങനെ കണ്ടെങ്കിൽ എന്താ കുഴപ്പം? പിണറായി നിൽക്കുന്ന ചിത്രമില്ലേ? അതേക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് സതീശൻ പറയുന്നത്. ഇനി രസകരമായൊരു കാര്യം, 2 ദിവസം മുമ്പ് അടൂർ പ്രകാശ് ഒരു പത്രസമ്മേളനം നടത്തി. അടൂർ പ്രകാശ് പറയുന്നത് ഈ പോറ്റി എന്ന് പറയുന്ന ആൾ എങ്ങനെയോ സോണിയാഗാന്ധിയെ കാണാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. ഇയാളെ എനിക്ക് പരിചയമുണ്ട്, കണ്ടിട്ടുണ്ടാവാം. എന്നിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു അടൂർ പ്രകാശ് കൂടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പോയതാണ്. അങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഞാൻ സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്, നിങ്ങളുടെ വാ എന്ന് പറഞ്ഞാൽ പോകുന്ന ആളാണോ അടൂർ പ്രകാശ്? അപ്പോൾ യുക്തി വെറുതെ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വലിയ തോതിലുള്ള ഭക്തജന വികാരം LDF സർക്കാരിനെതിരെയുണ്ട്, CPM-നെതിരെയുണ്ട്, പിണറായിക്കെതിരെയുണ്ട്. മാത്രമല്ല മറ്റേ പാട്ടും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രാഷ്ട്രീയമായ അയ്യപ്പൻ്റെ പേരിൽ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് കാഫിറിൻ്റെ ദൈവത്തിനെ വിളിച്ച് പ്രകടനം നടത്തുന്നുണ്ട് സുഡാപ്പികളും ലീഗുകാരും. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം അയ്യപ്പൻ്റെ പേരിൽ ഉണ്ടായിരിക്കുമ്പോൾ വലിയ തിരിച്ചടിയാണ് സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ഈ ബന്ധം പുറത്ത് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് സംബന്ധിച്ച ആദ്യത്തെ വീഡിയോ ചെയ്തത് നമ്മളാണ്. അതെ, ഫസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് മലയാള മാധ്യമങ്ങളിൽ ആദ്യം ഇത് ബ്രേക്ക് ചെയ്യുന്നത് നമ്മളാണ്. അന്ന് 1 മാസം മുമ്പ് അന്നത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയില്ല. പതുക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഏറ്റെടുത്തതോടുകൂടി കഥ മാറുകയാണ്. കഥ മാറുകയെന്ന് പറഞ്ഞാൽ പിണറായി പ്രതികരിച്ചതിന് ശേഷമാണ് അടൂർ പ്രകാശ് താൻ എങ്ങനെ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ കൂടെ പോയി സോണിയാഗാന്ധിയെ കാണാൻ എന്ന് പറഞ്ഞ് വിശദീകരണമായിട്ട് വരുന്നത്. ആൻ്റോ ആൻ്റണി ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ആൻ്റോ ആൻ്റണി പത്തനംതിട്ട ശബരിമല ഇരിക്കുന്ന സ്ഥലത്തെ MP ആണ്. ഇനിയിപ്പോൾ നോക്കൂ, ഈ പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രമുണ്ടല്ലോ, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ആരുടെയൊക്കെ കൂടെ പടമെടുക്കാം, അതൊരു വിഷയമാണോ? ആണ് സതീശ. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിലുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ചെല്ലുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാളെന്ന് പറഞ്ഞ് പടമെടുക്കാം. കേരളത്തിലുള്ള എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിണറായിയുടെ കൂടെ പടമെടുക്കാമെന്ന എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആക്സസ് ഉള്ള ഒരാളാണ് പിണറായി വിജയൻ. സോണിയാഗാന്ധി അങ്ങനെയല്ല. സോണിയാഗാന്ധി ഇരിക്കുന്നത് ഡൽഹിയിലാണ്. ഒരു മലയാളിക്ക് അവരെ പോയി കാണണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിണറായി വിജയനെ കാണാനും അപ്പോയിൻമെൻറ്റ് വേണം. പക്ഷേ പിണറായി വിജയനെ വേണമെങ്കിൽ സഖാവെ എനിക്കൊന്ന് കാണണം എന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോലും വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. അത് പിണറായി അംഗീകരിക്കുമല്ലോ എന്നുള്ള വേറെ കാര്യം. മൈക്ക് കൂടി ഒന്ന് ഹൗൾ ചെയ്താൽ മൈക്ക് സെറ്റുകാരനെ അറസ്റ്റ് ചെയ്യുന്ന പിണറായി വിജയനാണെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ പോലും പിണറായി വിജയനാണോ സോണിയാഗാന്ധിയാണോ ഒരു സാധാരണ മലയാളിക്ക് ആക്സസിബിൾ എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ളവർ ഏതെങ്കിലും ചടങ്ങിലൊക്കെ വരുമ്പോൾ നിന്നൊരു ഫോട്ടോ എടുക്കും. അങ്ങനെ നമുക്ക് സോണിയാഗാന്ധിയോട് എടുക്കാൻ പറ്റില്ല. കൃത്യമായി ആളുകൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആൾ ഇന്ന ആളാണ്, ആൾക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്, ആളെ കണ്ടാൽ ഇന്ന ഗുണമുണ്ടാകും എന്നിട്ട് കണ്ടു മാത്രമൊന്നുമല്ല, കണ്ട് ഫോട്ടോ എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇത് സോണിയാഗാന്ധിയുടെ കൈക്ക് പിടിച്ച് കയ്യിൽ അഷ്ടബന്ധച്ചരട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് ഹൈലൈറ്റ് ചെയ്ത് ഈ പോറ്റീനെ സോണിയാഗാന്ധിയുടെ അടുത്ത് ആരോ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാരാണെന്നുള്ളത് പോറ്റി പറഞ്ഞിട്ടില്ല, അടൂർ പ്രകാശ് പറയുന്നില്ല. അടൂർ പ്രകാശ് ആരോ പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് എടുത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങളും വാ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ചെയ്യുന്നു. അല്ലാതെ എനിക്കൊരു പരിചയമില്ല. എത്ര ബാലിശമായ മറുപടിയാണ് ഇവിടെ പ്രശ്നം. ഇപ്പം പിണറായി വിജയൻ പറയുന്നു എന്തു പറയുന്നു? സോണിയാഗാന്ധിയുടെ ബന്ധം അന്വേഷിക്കണം. എന്താണ് ബന്ധം എന്ന് പറയുന്നത്? ഇതിനൊരു വലിയ കുരുക്കുണ്ട് പ്രിയ. കാരണം പിണറായി വിജയൻ്റെ പോലീസാണ് ശബരിമല കൊള്ള അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടെങ്കിലും നാളെ ആ പോലീസ് തീരുമാനിക്കുകയാണ്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം, തിരിച്ചടി ഉണ്ടാകുന്നൊരു സംഭവം. അന്വേഷണ സംഘം തീരുമാനിക്കുകയാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നാളത്തെ മാധ്യമങ്ങളിലെ വെണ്ടയ്ക്ക തലക്കെട്ടുകളാണ്, മെയിൻ സ്റ്റോറിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ബന്ധം, അന്വേഷണ സംഘം സോണിയാഗാന്ധിയെ തേടി എന്ന് വരുന്ന വാർത്ത UDF-നെ തകർത്ത് തരിപ്പണമാക്കും. ശരിയല്ലേ? അതുകൂടെ ഇതുവരെ ഈ ശബരിമല കൊള്ളയുടെ പേരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇമേജ് മേൽക്കൈ UDF-ന് കിട്ടിയ തകരും. മാത്രമല്ല സോണിയാഗാന്ധി ചോദ്യം ചെയ്യാം. കാരണം
കേരള ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. സുഭാഷ് കപൂറിൻ്റെ പേര് പറയുന്നു. ഇപ്പോൾ ഡി മണി എന്ന് പറയുന്ന, ഡയമണ്ട് മണി എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരൻ ബാലമുരുകൻ്റെ പേര് വരുന്നു. അയർലൻഡിലോ യു എയിലും അയർലൻഡിലും ഒക്കെ ബിസിനസ് നടത്തുന്ന ഒരു മലയാളി വ്യവസായിയുടെ പേര് കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ രമേശ് ചെന്നിത്തല പറയുന്നു. രമേശ് ചെന്നിത്തലയും പറയുന്നു അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് പറയുന്നു. ഒരുപാട് കാലമായി പാർലമെൻറ്റിൽ വരെ ഉന്നയിക്കപ്പെട്ട ആരോപണമുണ്ട്. സോണിയാഗാന്ധിയുടെ സഹോദരി അനുഷ്ക മൈനോയ്ക്ക് ഇറ്റലിയിലെ ജന്മസ്ഥലത്ത് 2 ആൻറ്റിക് ഷോപ്പുകളുണ്ട്, ഗണപതി എത്തനിക് എന്ന പേരിൽ. അവിടെ മോഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങളുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല തമിഴ്നാട്ടിലെ ഒരു സംഭവം, എലഫൻറ്റ് ജി രാജേന്ദ്രൻ്റെ ഒരു കേസിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇതെന്തൊരു അത്ഭുതകരമായിരിക്കുന്നു, 376 പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കൊള്ള നടന്നിട്ട് വിഗ്രഹങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ 41 FIR കേസുകളും കേസ് ഡയറികളുണ്ട്. ഈ കേസ് ഡയറികളൊക്കെ 36 പോലീസ് സ്റ്റേഷനുകളായിട്ടായിരുന്നു. ഇത് 36 പോലീസ് സ്റ്റേഷനിലായിട്ടിരിക്കുന്ന 41 കേസ് ഡയറികൾ, 376 വിഗ്രഹങ്ങൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഒറ്റ രാത്രി ഒരുപോലെ കത്തിപ്പോകുന്നു. സുപ്രീം കോടതി ചോദിച്ചു ആരെങ്കിലും സർക്കുലർ അയച്ച് കത്തിച്ചതാണോ എന്ന്. അപ്പോൾ കേരളം മാത്രമല്ല, തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അടക്കമുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ വിഗ്രഹ കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്. പാർലമെൻറ്റിൽ സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ സമാജ്വാദി പാർട്ടിയുടെ SPD മറ്റൊരു MP ഉൾപ്പെടെ പറഞ്ഞത് സോണിയാഗാന്ധിക്ക് ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് സംവിധാനം ഉള്ളതുകൊണ്ട് സോണിയാഗാന്ധിക്കും സോണിയാഗാന്ധിയുടെ കുടുംബത്തിനും മരുമകനായ വാദ്രയ്ക്കും വരെയും ഉണ്ടായിരുന്നതുകൊണ്ട് ബാഗേജുകൾ പരിശോധന കൂടാതെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ കടത്തിക്കൊണ്ടുപോയതിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം പാർലമെൻറ്റ് മുതൽ ഒരുപാട് കാലമായി കേൾക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സോണിയാഗാന്ധിയെ നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ഒരു കണക്ഷൻ വന്നിരിക്കുന്നു. അത് പോറ്റി സോണിയാഗാന്ധി ബന്ധമാണ്. പോറ്റിയുമായി ബന്ധമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സോണിയാഗാന്ധിയുടെ പേരിലേക്ക് അത് വരും. അത് വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് സോണിയയ്ക്ക് എന്താണ് പോറ്റിയുമായി ബന്ധം. ഈ ചോദ്യം കേരളത്തിലെ അന്വേഷണ സംഘം ചോദിച്ചാൽ സോണിയാഗാന്ധിയെ തേടി കേരള പോലീസ് ഡൽഹിക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടാകും. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. CPM അത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമായ തിരിച്ചടി നേരിടാൻ അത്തരമൊരു തീരുമാനമെടുക്കുമോ എന്ന് സതീശൻ പേടിക്കുകയാണ്. കാരണം ഇപ്പോൾ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയാകാൻ ഉടുപ്പ് തയ്ച്ച് വെച്ചിട്ടുണ്ട് സതീശൻ. UDFന് ഭരണം ഉറപ്പാണെന്ന് എല്ലാവരും കരുതുകയാണ്. അതിനിടയ്ക്കാണ് വളരെ പെട്ടെന്ന് കേരള പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയോട് പറയുകയാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി വേണ്ടെന്ന് പറയുമോ? എന്താണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം എന്ന് സ്വാഭാവികമായും ചോദ്യം ചെയ്തേ പറ്റൂ. ചോദ്യം ചെയ്യാതെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ പേടി കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയിപ്പോൾ 100 ദിവസമുണ്ട്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികെട്ട കളിയും രാഷ്ട്രീയ പാർട്ടികൾ കളിക്കും, CPM കളിക്കും. എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഒരു സാരി ഉടുത്ത ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാറുണ്ട്. CD ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ കഥാപാത്രത്തെ ഇത്തോടെ ഇറക്കിയാൽ ഏശില്ല എന്നറിയാം. കാരണം ഇപ്പുറത്ത് ശബരിമല കൊള്ളയാണ് വളരെ ശക്തമായി നിൽക്കുന്നത്. അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ ശബരിമല കൊള്ള എന്ന വാൾ തന്നെ എടുത്ത് തിരിച്ചു പ്രയോഗിക്കുകയാണ് പിണറായി. അത് എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായ ആസൂത്രണ മികവോടെ CPM പ്ലാൻ ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ മൊഴിയെടുക്കാനെങ്കിലുമുള്ള ഇനി മൊഴിയെടുക്കാൻ വേണ്ടി കേരള പോലീസ് പോയാലും ചോദ്യം ചെയ്തു എന്ന് തന്നെയായിരിക്കും വാർത്ത വരുന്നത്. അങ്ങനെ പറയാം. മൊഴിയെടുക്കുന്നത് എങ്ങനെയാണ്? ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ഭേദ്യം ചെയ്യലല്ല, ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ ചോദിക്കുന്നു. അത് ചോദ്യം ചെയ്യലാണ്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തു എന്നുള്ളൊരു വാർത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് വരും എന്നുള്ള ഭയചകിതരായി നിൽക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് സകല ആളുകളും ഈ തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വലിയ വിജയം നേടിയതിൻ്റെ ആഹ്ലാദം പങ്കുവെക്കാൻ വിളിച്ച യോഗത്തിൽ പോലും ആശങ്കയോടെ എന്തിന് സോണിയാഗാന്ധിയെക്കുറിച്ച് പറയുന്നു എന്ന് സതീശന് ചോദിക്കേണ്ടി വരുന്നത്. വല്ലാത്ത ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇത് ബൂമറാങ് പോലെ UDF എഴുതുവിട്ട ശബരിമല സ്വർണ്ണക്കൊള്ള കോൺഗ്രസിന് നേർക്ക്, അതും കോൺഗ്രസിൻ്റെ സുപ്രീമോ ആയിട്ടുള്ള സോണിയാഗാന്ധിക്ക് നേരെ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള സൂചന വരുന്നുണ്ട്. അത് വളരെ പ്രബലമാണ്. നിർണായകമായ ഒരു നീക്കം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് സതീശന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സതീശനും കോൺഗ്രസ്സുകാരും ഒക്കെ സോണിയാഗാന്ധിയെക്കുറിച്ച് പറയാമോ, ഒരു ഫോട്ടോ അല്ലേ എന്ന് പറയും. ഒരു ഫോട്ടോ അല്ല, വെറും ഒരാളെ കണ്ട് ഒരാൾക്കൂട്ടത്തിൽ നിന്നെടുക്കുന്ന പോലെയല്ല. എത്ര ചിത്രങ്ങളുണ്ട്, 1 2 ഒന്നുമല്ല, ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിൽ സോണിയാഗാന്ധിയെ പോലെ എനിക്കും പ്രിയനും പറ്റുമോ സോണിയാഗാന്ധിയുടെ കൈ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കാൻ? ഇല്ല.
ഒരിക്കലും അത്രയ്ക്ക് വിശ്വാസ്യത ആർജിക്കണം, അത്രയ്ക്ക് പ്രബലമായ ശുപാർശ ഉണ്ടാവണം, അടുപ്പം ഉണ്ടാവണം, എങ്കിൽ മാത്രം നടക്കുകയാണ്. കാരണം ശബരിമല കൊള്ള തെളിയണമെങ്കിൽ ഉറപ്പായും സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിലും തോൽക്കാൻ പോവുകയാണ്. പിണറായിയുടെ ചാണക്യ ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കുമെന്ന് സതീശന് പേടിയുണ്ട്.